പ്രിയരെ നമസ്കാരം. ഇന്ന് സ്വാമി വിവേകാനന്ദ ജയന്തി. ഒരു ജന്മം കൊണ്ട് 1000 ജന്മങ്ങളുടെ കർമ്മങ്ങൾ സഫലമാക്കിയ മഹാമനീഷിയുടെ ജന്മദിനം ഒരു മിന്നൽ പിണർ കണക്കെ ഈ ഭൂമിയിലേക്ക് എത്തി. ഒരുപാട് വെളിച്ചം പകർന്നു, പിന്നീട് മറഞ്ഞു. 39 സംവത്സരങ്ങളുടെ ജീവിതം. 1863 ജനുവരി 12 ജനിച്ചതാണ്. 1902 ജൂലൈ 4 വിട പറഞ്ഞു. പറയാനേറെ ഉണ്ടായിരുന്നു, പ്രവർത്തിക്കാനും. വിശ്രമം എന്തെന്ന് അറിയാത്ത ജീവിതമായിരുന്നു. എന്നും കത്തിജ്വലിച്ചു. എല്ലാം മാതൃഭൂമിയായ ഭാരതത്തെ ഓർത്ത്. ദക്ഷിണേശ്വരത്തെ മഹാഗുരുവിൽ നിന്ന്, ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്ന് ബോധത്തിലേക്ക് പകർന്നു കിട്ടിയ നിലാത്തുള്ളിയെ ലോകമെങ്ങും പ്രചരിപ്പിച്ചു. സന്യാസത്തിന് നവീന അർത്ഥതലങ്ങൾ നൽകി. സന്യാസം രാഷ്ട്രത്തിൻ്റെ ഭൂതകാലത്തിലെ രത്നങ്ങൾ കണ്ടെത്തി നവീനമായി, ഊർജ്ജസ്വലമായി, കൂടുതൽ ശക്തി പകർന്ന് രാഷ്ട്രത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കണം എന്ന് അദ്ദേഹം നിർവചിച്ചു. ഭാരതമായിരുന്നു ആദർശവും ഈശ്വരനും. അമ്മയുടെ സേവനമാണ് എല്ലാത്തിലും വലുതെന്ന് തിരിച്ചറിഞ്ഞു. ഭാരതത്തിന് ഇരുളടഞ്ഞ കാലങ്ങളുണ്ടായത് ഭൂരിപക്ഷം വരുന്ന ജനതയെ അവഗണിച്ചതിനാൽ ആണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും ഉറക്കെ പ്രഖ്യാപിച്ചതും സ്വാമിജി തന്നെയാണ്. രാഷ്ട്രമെന്നാൽ വെറും ഭൂവിഭാഗമല്ല, അതിലെ ജനതയാണ്. അതിനെ മറന്നുകൊണ്ടുള്ള കർമ്മങ്ങൾക്ക് സ്ഥായീഭാവം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മഹത്തായ കർമ്മങ്ങൾക്ക്, മഹാത്യാഗങ്ങൾ ചെയ്യാൻ നാം ഒരുങ്ങണം. അതിന് അപകർഷതാബോധത്തെ ഇല്ലായ്മ ചെയ്യണം. നമുക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഓരോ ജീവനും ഈശ്വര സന്താനമാണെന്ന് തിരിച്ചറിയണം. അപരനിൽ ഈശ്വരീയതയെ കാണാൻ കഴിയണം. ഭാരതീയർ ഭീരുക്കളാകരുത്, ധീരരാകണം. ശക്തിയാണ്, ബലമാണ് നമുക്ക് വേണ്ടത്. ഇത് കൈമോശം വന്നപ്പോഴാണ് മാതൃഭൂമി വൈദേശിക ആധിപത്യത്തിൻ്റെ കാൽക്കീഴിൽ അമർന്നുപോയത്. അധികാരവും അറിവും സമ്പത്തും കുറച്ചുപേരിലേക്ക് ഒതുങ്ങിപ്പോയി. ദരിദ്ര നാരായണന്മാർ തെരുവുകളിൽ അലഞ്ഞു. ഭൂതകാലത്തിൻ്റെ ഈ തെറ്റിനെ മായ്ച്ചു കളയാൻ നാം ഉണർന്നിരിക്കണം. അദ്ദേഹം ഓർമ്മിപ്പിച്ചു, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. കഠോപനിഷത്തിൽ നിന്നുമുള്ള ഈ ആഹ്വാനം എവിടെയും മുഴങ്ങി. ഹൃദയ ദൗർബല്യം അരുത് എന്ന് എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചോരച്ചാലുകൾ ഒഴുക്കിയതുകൊണ്ടോ കണ്ണീരൊഴുക്കിയതുകൊണ്ടോ നല്ല നാളെകൾ ഉണ്ടാകില്ല. അടുത്തു നിൽക്കുന്ന അനുജനെ കാണാൻ മിഴികൾ തുറക്കാൻ കഴിയണം. അവർക്ക് സേവകരാകാൻ കഴിയണം. അതിന് ഞാൻ എന്ന ഭാവം ഒഴിയണം. നമ്മൾ എന്ന സമൂഹ മനസ്സ് ഉണരണം. ആരെയും അന്യരായി നിർത്തരുത്. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. സ്വജീവിതം കൊണ്ട് ആദർശങ്ങളെ ദൃഷ്ടാന്തീകരിച്ചു. അതിനാലാണ് മഹാത്മജി പറഞ്ഞത്, സ്വാമി വിവേകാനന്ദനെ പഠിച്ചപ്പോൾ എൻ്റെ രാജ്യസ്നേഹം 1000 മടങ്ങ് വർദ്ധിച്ചു എന്ന്. ഭാരതത്തിൻ്റെ ഉജ്ജ്വലപുത്രൻ അഹോരാത്രം യത്നിച്ചു. നരസേവ നാരായണ സേവയാണ് എന്ന് കണ്ട് ശ്രീരാമകൃഷ്ണാശ്രമവും ശ്രീരാമകൃഷ്ണ മിഷനും സ്ഥാപിച്ചു. നിരവധി സേവാപ്രവർത്തനങ്ങൾ അരങ്ങേറി. ഭാരതം ലോകത്തിന് വിളക്കാകണം എന്ന് ഇച്ഛിച്ചു. നമുക്ക് അതിനാകൂ എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ യൂറോപ്പിലേക്ക് ചെല്ലുക. പാശ്ചാത്യരുടെ സ്തുതിപാഠകരായല്ല, അവരുടെ വേലക്കാരുമായല്ല, മറിച്ച് ഗുരുക്കന്മാരായി, അധ്യാപകരായി. അദ്ദേഹം പറഞ്ഞു. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ മുഴങ്ങിയ സാഗരഗർജനം ലോകത്തിന് പുതിയൊരു കാഴ്ച നൽകി. മതം എന്തിനായിരിക്കണം എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. പരത്തിലുള്ള ഒരു സ്വർഗത്തെപ്പറ്റി പറഞ്ഞ് മയക്കിക്കിടത്താൻ ഉള്ളതല്ല. ഇവിടെ
ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവന് ആഹാരം കൊടുക്കാൻ ഉള്ളതുകൂടിയാകണം അത്. അതിനാൽ ആരും പട്ടിക്കുട്ടികളാകരുത്. ഭാരതത്തിൻ്റെ ചുണക്കുട്ടികളെ, നിങ്ങൾ സിംഹക്കുട്ടികളാകുക എന്ന് അദ്ദേഹം അനവരതം പറഞ്ഞു. നമുക്കിനിയും പൂർണ്ണമായും ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാനായിട്ടില്ല. സ്വാർത്ഥതയുടെ പുറന്തോടുകൾ പൊട്ടിച്ച് പുറത്തു വരാൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വിദ്യാഭ്യാസം വ്യക്തിയിലുള്ള ദൈവികതയെ പുറത്തു കൊണ്ടുവരാൻ ഉള്ളതാകണം എന്ന്. ആ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ നമുക്കേവർക്കും ഈ പുണ്യചരിതന്റെ ജയന്തി കരുത്തു പകരട്ടെ. ഏവർക്കും നമസ്കാരം.